ഓക്കെ, ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ എന്താ നോക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ SMCന്റെ സെക്കൻഡ് പാർട്ടാണ്. അതായത് FPG എന്നുള്ള ഒരു പോർഷനാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമ്മൾ ട്രേഡിംഗ് ക്ലാസ്സിന്റെ 14-ാമത്തെ വീഡിയോ ആണ്. SMCന്റെ രണ്ടാമത്തെ വീഡിയോ ആണ്. ഓക്കെ, SMCയിൽ നമ്മൾ ഓർഡർ ബ്ലോക്ക് ചെയ്തു. ഇനി നമ്മൾ FPG ആണ് ചെയ്യാൻ പോകുന്നത്. സോ ഓർഡർ ബ്ലോക്കിന്റെ വീഡിയോ കാണാത്തവർ ഓർഡർ ബ്ലോക്കിന്റെ വീഡിയോ കണ്ടിട്ട് പോവാ, എന്നിട്ടാണ് FPG കാണേണ്ടത്. അല്ലാതെ ഒന്നും മനസ്സിലാവില്ല. ഓർഡർ ബ്ലോക്കിന്റെ വീഡിയോ പ്ലേലിസ്റ്റിലുണ്ട്, ചെക്ക് ചെയ്തോ. ഓക്കെ, സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. സോ ഫസ്റ്റ് തന്നെ എന്താണ് FPG എന്നുള്ളത് പറഞ്ഞുതരാം. FPG എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓർഡേഴ്സ് പെൻഡിങ്ങിൽ വെച്ചിരിക്കുന്ന ഒരു പ്ലേസ് ആണ്. ഓക്കെ, ബട്ട് എല്ലാ FPGസും എന്താണ്, ഓർഡേഴ്സ് പെൻഡിങ് വെച്ചിട്ടുള്ളതല്ല. ഒരു സ്പെസിഫൈ ആയിട്ടുള്ള FPGs ആണ്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് എൻട്രി എടുത്തതായിട്ടുള്ള സ്ഥലമോ എൻട്രീസ് പെൻഡിങ്ങിൽ വെച്ചതായിട്ടുള്ള സ്ഥലമോ ആയിട്ടാണ് FPGസിനെ കണക്ക് കൂട്ടുക. സോ ഞാനൊരു ഡെമോ കാണിച്ചു തരാം. സോ ഇവിടെ നോക്കിക്കോ. സോ FPG എങ്ങനെ ഉണ്ടാവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് 3 ക്യാൻഡിൽസിൻ്റെ നടുക്കിൽ, സോ ഇങ്ങനെയാണ് ക്യാൻഡിൽസ് ഉണ്ടാവുക. ഓക്കെ, ഇത് അപ്ട്രൻ ക്യാൻഡിൽസ് ആണ്. ഓക്കെ, സോ ഇങ്ങനെ 3 ക്യാൻഡിൽസ് ഉണ്ട്. സോ ഈ ക്യാൻഡിൽസിനൊക്കെ ചെറിയ ചെറിയ വിക്കും ഉണ്ട്. നോക്കിക്കോ, ചെറിയ ചെറിയ വിക്കും ഉണ്ട്. സോ ഇതാണ് ഒരു ക്യാൻഡിൽ. ഈ ക്യാൻഡിൽസിന്റെ ഇടയിൽ ഇവിടെ കുറച്ച് ഗ്യാപ്പ് വരുന്നില്ലേ, ഈ ഗ്യാപ്പാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഈ ഗ്യാപ്പ് മൊത്തം നമ്മൾ അവിടെയും ഇവിടെയും വിട്ട് മാർക്ക് ചെയ്തു. ഈ ഒരു ഗ്യാപ്പിനെയാണ് നമ്മൾ എന്ത് പറയുക, FPG ഗ്യാപ്പ്, അതായത് ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയാം. ഓക്കെ, സോ ഇത് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും. മാർക്കറ്റ് ഇങ്ങനെ വന്നിട്ടായിരിക്കും മാർക്കറ്റ് ഉണ്ടാവുക. ഓക്കെ, ഇങ്ങനെ വന്നിട്ട് മാർക്കറ്റ് എന്ത് ചെയ്യും, ഇവിടുന്ന് ആയിരിക്കും സ്ട്രക്ചർ ചേഞ്ച് കിട്ടുന്നുണ്ടാവുക. സോ മാർക്കറ്റ് എന്ത് ചെയ്യും, ഇവിടുന്ന് അപ്സൈഡ് പോവും. അപ്സൈഡ് പോയിട്ട് ഇവിടെ വല്ല ഓർഡർ ബ്ലോക്ക് ഉണ്ടെങ്കിൽ ചിലപ്പോൾ തിരിച്ചിറങ്ങി വരും. എന്നിട്ട് എന്ത് ചെയ്യും, ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ ഇവിടെ എവിടെയെങ്കിലൊക്കെ ഓർഡർ ബ്ലോക്കിൽ പെൻഡിങ് ഓർഡേഴ്സ് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഓർഡേഴ്സ് എന്താവും, കുറച്ച് മുകളിലോട്ട് കയറിയിട്ട് ഈ ഓർഡേഴ്സിൽ വന്ന് ടച്ച് ചെയ്ത് മെറ്റിഗേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഈ പെൻഡിങ്ങിൽ ഇരിക്കുന്ന ഓർഡേഴ്സ് ഒക്കെ വാലിഡ് ആവും. അപ്പോൾ എന്ത് ചെയ്യും, മെല്ലെ കുറച്ച് അടിയിക്കാൻ പോകും. അത് പിന്നെ വിക്കാവും. എന്നിട്ട് എന്ത് ചെയ്യും, മാർക്കറ്റ് ഒരു അപ്സൈഡിക്ക് ഒറ്റ റഷാ. ഇങ്ങനെയാണ് മാർക്കറ്റിൽ FPG വർക്ക് ആവുന്നത്. ഓക്കെ, സോ ഇതാണ് FPG. ഇനി ഈ FPGന്റെ കാര്യം ഞാൻ ചാർട്ടിൽ കാണിച്ചു തരാം. സോ നോക്കിക്കോ. ഓക്കെ, സോ ഇവിടെ നമുക്ക് നമ്മളെ MSS കിട്ടുന്നുണ്ട്, മാർക്കറ്റ് സ്ട്രക്ചർ ചേഞ്ച് കിട്ടുന്നുണ്ട്. ഓക്കെ, സോ ഇവിടെയൊക്കെ FPG ഉണ്ട്, ഇവിടെ ഒരു FPG ഉണ്ട്, ഇവിടെ ഒരു FPG ഉണ്ട്. ബട്ട് ഇവിടെ ഒരു FPG നമ്മൾ മാർക്ക് ചെയ്തു, കണ്ടില്ലേ? ഈ ഒരു FPG മാർക്ക് ചെയ്തു. മാർക്കറ്റ് എന്ത് ചെയ്തു, കയറിപ്പോയി ആ ഒരു FPGയിൽ വന്ന് ടച്ച് ചെയ്തു. സോ ഈ ഒരു ഗ്യാപ്പിൽ വന്ന് ടച്ച് ചെയ്തിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു, കയറിപ്പോയി. സോ എല്ലാ FPGസും വാലിഡ് ആവില്ല. എന്തുകൊണ്ട് ഇവിടുത്തെ FPG വാലിഡ് ആയില്ല? ഇവിടുത്തെ FPGക്ക് എന്തുകൊണ്ട് മാർക്കറ്റ് എത്തിയില്ല? കാരണം ഇവിടെ ഓർഡേഴ്സ് ഓൾറെഡി ഉണ്ട്, അതുകൊണ്ട് മാർക്കറ്റ് എന്ത് ചെയ്തു, അങ്ങനെ പോയി. സോ ഇനി അടുത്തത് കാണിക്കുകയാണെങ്കിൽ ഓക്കേതാ. സോ മാർക്കറ്റ് ഇവിടുന്ന് ഈ ഒരു FPG എടുക്കാൻ വേണ്ടി വന്നു. ചെറിയ FPG ആണെങ്കിൽ കൂടി അത് വാലിഡ് ആയിരിക്കും. കണ്ടോ, ഇവിടെ ഒരു FPG ഉണ്ട്, ആ FPG വന്ന് മാർക്കറ്റ് എടുത്തു. ഇനിയിപ്പോൾ ബിറ്റ്കോയിൻ്റെ കേസിലാണെങ്കിൽ ബിറ്റ്കോയിൻ്റെ കേസിൽ ലേറ്റസ്റ്റ് ആയിട്ടൊരു FPG ഞാൻ കാണിച്ചു തരാം. സോ 1 ഡേ ക്യാൻഡിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ലേറ്റസ്റ്റ് ആയിട്ടുള്ള FPG. കണ്ടോ, FPG മാർക്കറ്റ് വന്നു, ടച്ച് ചെയ്തു, ദേ ഇറങ്ങിപ്പോണു. ലേറ്റസ്റ്റ് ആയിട്ടുള്ള FPG ആണ്. ഈ മാർക്കറ്റിൽ ഇവിടെ ഓർഡേഴ്സ് പെൻഡിങ് ഉണ്ടായിരുന്നു. ഇത് ഡേ 1 അതായത് ഹയർ ടൈം ഫ്രെയിംസ് ആണ്. ഈ ഹയർ ടൈം ഫ്രെയിംസ് നല്ലൊരു മൊമെന്റ്, എത്ര മൊമെന്റം കിട്ടി നോക്കും. 94,500 ഏകദേശം 82,000, ഏകദേശം $10-12,000 ഇവിടെ മൊമെന്റം കിട്ടിയത്. 10-12,000 അതിന്റെ മേലെയാണ് ഇവിടെ മൊമെന്റം കിട്ടിയത്. സോ ഇതാണ് FPG. ഓക്കെ, FPGs നമുക്ക് പല സ്ഥലത്ത് കാണാൻ പറ്റും. ഇനിയിപ്പോൾ ടൈം ഫ്രെയിം നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇവിടെ നമുക്ക് സ്ട്രക്ചർ ചേഞ്ച് കിട്ടിയിട്ടുണ്ട്. സ്ട്രക്ചർ ചേഞ്ച് കിട്ടി ഇവിടെ. സോ നോക്കുകയാണെങ്കിൽ ഇത് FPG ആണ്, ഇവിടെ FPG ഉണ്ട്. ബട്ട് ഒരു കാര്യമുണ്ട്, നമ്മൾ എപ്പോഴും മാർക്ക് ചെയ്യേണ്ടത് എന്ത് FPG ആണ്, ഓർഡർ ബ്ലോക്കിനോട് ചേർന്നിട്ടുള്ള FPG ആണ്. നമ്മളിവിടെ എവിടെയോ ഓർഡർ ബ്ലോക്ക് കണക്കാക്കുക, ഈ ഒരു ക്യാൻഡിലാണ് ഓർഡർ ബ്ലോക്ക്. ഓക്കെ, ഈ ഒരു ചെറിയ ക്യാൻഡിലാണ് ഓർഡർ ബ്ലോക്ക് ആയിട്ട് വരുന്നത്. സോ ഇവിടെ മാർക്ക് ചെയ്യാം.
കണ്ടോ, ഈ ഒരു ചെറിയ ഓർഡർ ബ്ലോക്കാണ്. സോ ഈ ഓർഡർ ബ്ലോക്കിനോട് ചേർന്നിട്ടുള്ള FEG ആണിത്. ഇതാണ് നമ്മൾ എപ്പോഴും കണക്കാക്കേണ്ടത്. മാർക്കറ്റ് ഇവിടെ എത്തിയിട്ട് റിവേഴ്സ് പോയിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. മാർക്കറ്റ് എന്തായാലും പ്രോബബിലിറ്റി ചിലപ്പോൾ ഇത്ര ഇറങ്ങിയിട്ട് ഇത് ബ്രേക്ക് ആവാതെ മാർക്കറ്റ് മേളിൽ വന്നിട്ട് ഈ FEG എടുത്തിട്ട് ഇറങ്ങിപ്പോവും. അങ്ങനത്തെ സംഭവങ്ങളും ഉണ്ടാവാറുണ്ട്. നമ്മൾ FEG മാർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ഓർഡർ ബ്ലോക്കിനോട് ചേർന്നിട്ടുള്ള FEG മാർക്ക് ചെയ്യണം. ഇപ്പം നോക്കിക്കോ, നമുക്കൊരു സംഭവം കാണിച്ചു തരാം. സോ ഇതൊരു സ്വിംഗ് ആണ്. ഇതിൽ ഓർഡർ ബ്ലോക്ക് ഉണ്ട് ഇവിടെ. സോ അതിന് തൊട്ട മേലെ എവിടെ FEG ഉണ്ട് നോക്കണം. ചിലപ്പോൾ ഇവിടെ ഒരു FEG ഉണ്ടാവും. ആ FEG ആണ് മാർക്ക് ചെയ്യേണ്ടത്. സോ FEG എത്ര ചെറുതായിക്കോട്ടെ മാർക്ക് ചെയ്തിട്ടോ, എത്ര വലുതായിക്കോട്ടെ മാർക്ക് ചെയ്തിട്ടോ. എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അതിൽ ഓർഡേഴ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, ആ ഓർഡേഴ്സ് കാരണമാണ് മാർക്കറ്റ് അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. ആ ഓർഡേഴ്സ് മാർക്കറ്റിന് വേണം. കാരണം മാർക്കറ്റിന് സഞ്ചരിക്കണമെങ്കിൽ ഫ്യൂവൽ വേണം. ഫ്യൂവൽ ആയത് പൈസയാണ്, ലിക്വിഡിറ്റിയാണ്. ആ ലിക്വിഡിറ്റി മാർക്കറ്റിന് വേണം. അതുകൊണ്ട് മാർക്കറ്റ് എന്തായാലും അവിടേക്ക് സ്ഥിരമായിട്ട് വരും. ആ ഒരു സ്പെസിഫൈ ഏരിയ, ഡിസ്കൗണ്ട് ഏരിയ നമ്മളതിന് പറയും. ആ ഏരിയക്ക് എന്തായാലും മാർക്കറ്റ് ഇറങ്ങി വരും. എന്നിട്ടാണ് എന്ത് ചെയ്യുക, മാർക്കറ്റ് ഡിസ്ട്രിബ്യൂഷൻ നടക്കുക. എന്നിട്ടാണ് മാർക്കറ്റ് പ്രീമിയം റേഞ്ചിലേക്ക് പോവുക. ഓക്കെ, ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം മനസ്സിലായി ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ മറക്കാതെ തന്നെ ലൈക്ക് അടിക്കുക. അതേപോലെ തന്നെ മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്തോ. SMC ഒക്കെ അറിയാത്ത കുറേ കൂട്ടുകാരുണ്ടാവും നിങ്ങൾക്ക്. SMC ഒക്കെ മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്തോ. അതേപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്ക് ഉണ്ട്, ഇൻസ്റ്റാഗ്രാമിലെ പേജ് ഫോളോ ചെയ്തോ. നമ്മൾ അതിലും കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. ഷോർട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ അതിലും വരുന്നുണ്ട് കേട്ടോ. സോ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ അടുത്തത് IFPG അല്ലെങ്കിൽ ബ്രേക്കോ സ്ട്രക്ചർ സംഭവങ്ങളായിട്ട് നമ്മൾ ഉടനെ തന്നെ വരുന്നതാണ്. അതുവരേക്കും ബൈ.